കുറേ കാലമായി വിചാരിക്കുന്നു ഒരു കേക്ക് ഉണ്ടാക്കണം. ഞാൻ 10th പഠിക്കുമ്പോൾ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോവാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും റെഡി ആവുന്നില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാമല്ലോ അല്ലേ. എന്തായാലും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലെത്തി വേണ്ട സാധനങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്ത് വെച്ച് ഇനി നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3 കോഴിമുട്ട എടുക്കുക, എന്നിട്ട് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. കൈ കൊണ്ട് ഇളകട്ടെ, എന്നിട്ട് നന്നായി 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 നമ്മളങ്ങോട്ട് ഇളക്കുക. അപ്പോൾ ഇത് ഇളക്കി സഹായിക്കുക നമ്മളെ ഐസിന് വന്നിട്ടോ. അപ്പോൾ പിന്നെ ഉഷാറായി. അപ്പം നന്നായി ഇളക്കുന്നുണ്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ നന്നായിട്ട് ഇളക്കുന്നുണ്ടെന്ന്. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് ഇട്ടേക്ക്, ഇതൊക്കെ രസമല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ മിക്സിയിലിട്ടിട്ട് പൊടിക്കുക. എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇടുക. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ ഇട്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്പൂണ് വീണ്ടും ഇടുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പ് മൈദ അതൊന്ന് അരിപ്പെടുത്തിട്ട് അരിക്കുക. 1-2 പ്രാവശ്യം അരിച്ചിട്ട് ഒന്ന് നമുക്ക് എടുത്തേക്കാം. നേരത്തെ മിക്സ് ചെയ്ത അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, അത് നമ്മൾ 1 സ്പൂൺ വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് തന്നെ എന്താക്കുക, മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി മിക്സ് ചെയ്യില്ലേ, ഇതൊരു സൈഡിലേക്ക് തന്നെ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ചെറിയ തിക്ക് വരുന്ന വരെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ വേറൊരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓയിൽ ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലും ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോവാണ്. ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു പാത്രം വെച്ച് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാത്രം, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഈ പാത്രം വെച്ച് കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് മൂടി വെക്കുക. പത്ത് 15 മിനിറ്റ് നമ്മൾ വെച്ച് നോക്കുക. വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് എന്തൊക്കെയോ സൗണ്ട്. ഞാൻ നോക്കിയേക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ നല്ല മഴയാണ് ഗൈസ്. നല്ല മഴ വെച്ച് നല്ല മഴ, നല്ല കാറ്റ്. അതിനിടയിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഈ ഒരു മിഠായി എല്ലാവരും കണ്ടുണ്ടാവില്ല അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള മിഠായികളൊന്നാണ് ഇത്. നമ്മൾ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. എങ്ങനെയാവും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഞാനാകെ കുറച്ച് ഇത് എടുത്തിട്ടേ ഉള്ളൂ, എഗ്ഗ്. അതുകൊണ്ട് തന്നെ ചെറിയ കേക്കാണ്. ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ, ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പം ഒക്കെ സെറ്റായി, നല്ല സ്മൂത്തായിരുന്നു കേക്ക്. വാവ്. നമുക്ക് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. ഓക്കെ, നേരത്തെ ആ മിഠായി നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ചെറി വെച്ച് കൊടുക്കാം, ഒരു സ്റ്റൈലിന് വെറുതെ. ആദ്യം ഞാൻ വേറെ സ്റ്റൈലാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മാതിരത്തെ കേക്ക് ആയില്ല. കുറച്ച് കേക്ക് ഹാർഡായാണ് കുറച്ച്. അപ്പം ഞാൻ അങ്ങനെ കുത്തി വെക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നേരെ ഡിസൈൻ ഒന്ന് മാറ്റി. അങ്ങനെ ആദ്യം ഉണ്ടായ കേക്ക് കട്ട് ചെയ്യാൻ നമ്മൾ ഹൈസിനെ വിളിച്ച്. ഇവ കട്ട് ചെയ്തത്രപ്പാടെ നിങ്ങൾ ഈ കാണുന്നത്. കേക്കിൻ്റെ അഭിപ്രായം നമ്മൾ ചോദിച്ചു നോക്കാം. എങ്ങനെ സൂപ്പറാ?
ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചായിട്ടെങ്കിലും വിചാരിക്കണ്ട, അതേപോലെ ഉണ്ട്, പക്ഷേ അവനങ്ങനെയാണ്. അപ്പം എന്തായാലും ഞാൻ ട്രൈ ചെയ്തൊക്കെ തിന്ന് നോക്കി. അമ്പോ അടിപൊളി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് അത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കരുതിയതേ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനിയും ഇതേപോലത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.